ജഗന്നാഥ ജഗന്നാഥ ജയിപ്പോ നിന്നാമ സിന്ധു ജനകോടിക്കകതായി മധുരബിന്ദു പ്രഭാതം നിൻ മന്ദഹാസം പ്രദോഷം നിൻ ശോഭഗാനം പ്രകൃതിയിലിവ രണ്ടും എനിക്കു വേണം കരയാനും ചിരിക്കാനും നിന്നിൽ നിന്നും പകരുമി മഹനീയാം സ്വഭാവങ്ങൾ എനിക്കു വേണം ജഗന്നാഥ ജഗന്നാഥ ജയിപ്പോ നിന്നാമ സിന്ധു ജനകോടിക്കകതായി മധുരബിന്ദു മധുരബിന്ദു. 2024-25 സാമ്പത്തിക വർഷം 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് അഗതി മന്ദിരങ്ങളിൽ താമസിക്കുന്ന അച്ഛന്മാർക്കും അമ്മമാർക്കും ഒക്കെയുള്ള വസ്ത്രവിതരണം, അതിൽ 36ഓളം സ്ഥാപനങ്ങൾ, കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള 36ഓളം സ്ഥാപനങ്ങളിൽ പെട്ട 3300-ൽ പരം അച്ഛന്മാർക്കും അമ്മമാർക്കുമാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടപ്പിലാക്കിയ ഒരു പ്രവർത്തനം നമ്മുടെ ജില്ലയിലെ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ക്യാൻസർ രോഗികൾക്കും 5000 രൂപ വില വരുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുകയാണ് ചെയ്തത്. അതിലേറ്റവും പ്രോട്ടീനും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഭക്ഷ്യ കിറ്റാണ് നൽകിയത്. ഈ പ്രോജക്റ്റ് നമ്മുടെ സീനിയേഴ്സിന് പ്രധാനമായിട്ട് ഇത്തരം സങ്കേതങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക്, ഇങ്ങനെ 36 സ്ഥാപനങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട്. ആ 36 സ്ഥാപനങ്ങളിലെയും ആളുകൾക്ക് വസ്ത്രം വിതരണം ചെയ്യുക എന്നുള്ളതാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആവശ്യമായ, അവർക്ക് ധരിക്കാൻ പര്യാപ്തമായ വിധത്തിലുള്ള വസ്ത്രമാണ് നമ്മളിവിടെ ഏതാണ്ട് 3300 ഗുണഭോക്താക്കളാണ് നമ്മുടെ ജില്ലയിൽ ആ പരിധിയിൽ വരുന്നത്. അവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പാർക്കുന്ന ഒരു സ്ഥലമാണ് ആശ്രയ. ഏതാണ്ട് 1000-ഓളം ഇൻമേറ്റ്സ് നമ്മുടെ ഈ സ്ഥാപനത്തിലുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്ത് തന്നെ നമുക്ക് കേരളീയർക്ക് അഭിമാനത്തോടു കൂടി ഏത് സംസ്ഥാനത്തും പോയി നമുക്ക് ചൂണ്ടിക്കാണിച്ച് പറയാൻ കഴിയാവുന്ന വളരെ പ്രശസ്തവും വളരെ ഫലപ്രദമായി നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഏറ്റവും വലിയ മാനവികതയുടെ ഒരു മൂർത്തി രൂപമാണ് കലൈപുരം ആശ്ര എന്ന് പറയുന്നത്. പ്രധാനമായും നമ്മുടെ ബഹുമാന്യനായ മന്ത്രിയുടെ നിയോജക മണ്ഡലം കൂടിയാണ് ഇത്. അതുകൊണ്ട് അദ്ദേഹം തന്നെ വന്ന് ഇത് നൽകണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്നിതിവിടെ വിതരണം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അങ്ങനെ 3300 പേർക്ക് വസ്ത്രവിതരണം നിർവഹിക്കുന്നതിൻ്റെ ഉദ്ഘാടനമാണ് യഥാർത്ഥത്തിൽ കലൈപുരം സങ്കേതത്തിൽ നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് നേരിട്ട് നടത്തുന്ന 2 സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ ജില്ലയിൽ. ഒന്ന് പുത്തൂരിൽ പ്രവർത്തിക്കുന്ന സായന്തനം, മറ്റൊന്ന് കരീപ്രയിൽ പ്രവർത്തിക്കുന്ന ശരണാലയം. ഈ 2 സ്ഥലങ്ങളിലും ജില്ലാ പഞ്ചായത്ത് നേരിട്ട് ഇങ്ങനെ ഇതുപോലുള്ളൊരു സ്ഥാപനം നടത്തുകയാണ്. ബഹുമാന്യനായ മന്ത്രി ഒരു 2-3 പേർക്ക് ഇത് വിതരണം ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആദ്യം അദ്ദേഹം അത് വിതരണം ചെയ്യും.
അച്ഛനമ്മമാർക്ക് വസ്ത്രവിതരണം. ഞാൻ മനസ്സിലാക്കുന്നത് 3000-ലധികം ആളുകൾക്ക് നമ്മുടെ ജില്ലയിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്ത് പുതുവർഷമാണ്, പുതുവർഷം കോടി എന്ന ഓണക്കോടി എന്ന് പറയുന്ന പോലെ പുതുവർഷത്തിനുള്ളൊരു സമ്മാനം എന്ന നിലയിൽ തന്നെയാണ് ഈ വസ്ത്രവിതരണം നടക്കുന്നത്. നമ്മുടെ ജില്ലയിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇത്തരം പ്രവർത്തകരുള്ള ധാരാളം ജില്ലകളുണ്ട്. പക്ഷെ നല്ലതുപോലെ ഇത്തരം പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. ഞാനിവിടെ ഈ സ്ഥാപനത്തിൽ വാസ്തവത്തിൽ ഇവിടെ സ്ഥിരമായി വരുന്ന ഇവിടുത്തെ ഏറ്റവും ഈ കുടുംബത്തിലെ ഒരു അംഗം പോലെ ബന്ധമുള്ള ഒരാളാണ്. സാധാരണ ഏത് ചെറിയ പരിപാടിക്കും വലിയ പരിപാടിക്കും ഞങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട്. ഗാന്ധിഭവൻ്റെ പ്രതിനിധികളുണ്ട്. ഗാന്ധിഭവനും സ്നേഹദിനവും ഒക്കെ സാധാരണ ഈ മേഖലയിൽ മുമ്പ് മുതൽ പങ്കെടുക്കുന്നതാണ്. പക്ഷെ ഇവിടെ വരുമ്പോഴും വലിയ സന്തോഷമുണ്ട്. ഇന്നിപ്പം ബാൻഡ് വായിച്ച കുട്ടികൾ, വാസ്തവത്തിൽ ഇവിടെ വലിയൊരു കുടുംബമുണ്ട്. 10-20 കുട്ടികൾ ഇവിടെ പഠിക്കുന്നവരും പുറത്ത് പഠിക്കുന്നവരുണ്ട്. ആ കുട്ടികൾ പലരും ഞങ്ങളുമായിട്ട് അവരുടെ അമ്മയും അച്ഛനും ഒക്കെ ഇതിൻ്റെ ഭാരവാഹികൾ ഇവിടെ ഉള്ളവരാണ്. അവർക്ക് നമ്മളെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട്. അവർ നല്ലത് പഠിക്കുന്ന കാര്യം നമ്മൾ ചോദിക്കും, അവർ നമ്മൾ പഠിക്കും. ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പം അവരെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരാൻ ഇങ്ങനൊരു സ്ഥാപനത്തിൽ വന്നുകൊണ്ടാണ് പറ്റുന്നത്. ഇത് ഓരോ സ്ഥാപനത്തിലെയും അത് ഉത്തരവാദിത്തം വഹിക്കുന്നവരുടെ മനസ്സിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു അംശമാണ്. കാണുന്നത് നമുക്ക് തന്നെ ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ഇവിടെ എല്ലാം പരമാവധി പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ ഞങ്ങൾ എല്ലാവരും ശ്രമിക്കാറുമുണ്ട്. എന്തെങ്കിലും എല്ലാം എപ്പോഴും പലപ്പോഴും ഈ ഏറ്റവും വലിയ ദുർഘടമായ ഒരു സമയം കോവിഡ് സമയമായിരുന്നു എന്ന് ഞങ്ങളെല്ലാം ഓർക്കുകയാണ്. കോവിഡ് സമയത്ത് വന്നപ്പോൾ ഇതൊരു ഫസ്റ്റ് ലൈൻ സെൻറ്റർ ആക്കിയിരുന്നു. 1000-ഓളം പേരെ ആ സമയത്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ സഹായം കിട്ടി. ഇവിടെ പ്രത്യേക ഡോക്ടറും സംവിധാനം ഒക്കെ ഉണ്ടായിരുന്നു. ചില ആളുകൾ നമ്മളെ വേർതിരിഞ്ഞു. അതിലൊക്കെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വന്നത് ആ സമയത്ത് ഇത്തരം സ്ഥാപനങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോകാനുള്ള സാമ്പത്തികമായ വലിയ പരിമിതി വന്നു. ജനങ്ങളുടെ വലിയ പിന്തുണയായിരുന്നു. ഇവിടെ വാസ്തവത്തിൽ ധാരാളം ജനങ്ങൾ ശേഖരിച്ച് ധാരാളം ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടെത്തിച്ചു, വസ്ത്രങ്ങൾ കൊണ്ടെത്തിച്ചു. എന്നാൽ ആ കോവിഡിൻ്റെ സമയത്ത് വലിയ ബുദ്ധിമുട്ട് എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ ഇത്തരം സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങളും അത് നേരിട്ടിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നന്നായി ഈ കാര്യങ്ങൾ നടത്തുന്ന ഈ സ്ഥാപനങ്ങൾക്ക് ഇവിടുത്തെ അന്തേവാസികൾ എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങളെ പോലെയാണ്. പലരും സാമൂഹ്യമായി വളരെ സജീവമായി രംഗത്ത് നിന്നിരുന്നവരാണ്. ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നം കാരണം, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നം കാരണം അവരുടെ ജീവിതം ബുദ്ധിമുട്ടായവരുണ്ട്. എല്ലാത്തരം ആളുകളും വന്ന് അവർക്ക് വലിയ ആശ്വാസം കിട്ടുന്ന തരത്തിലേക്ക് ഈ കേന്ദ്രങ്ങൾ നടത്തുന്ന പ്രവർത്തകരെ, അവർക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി അവർക്കെല്ലാം അഭിനന്ദനവും അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് ആദരവും നൽകാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇവിടെ ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെച്ച ഈ നല്ല കാര്യത്തിന് എല്ലാവിധ അനുമോദനങ്ങളും ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾക്ക് സാമൂഹ്യനീതി വകുപ്പിൽ നേർന്നുകൊണ്ട് ഈ നല്ല പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ആശ്രയ സങ്കേതം തുടങ്ങിയിട്ടുള്ള 36 സ്ഥാപനങ്ങളിലെയും അന്തേവാസികൾക്ക്, സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് വസ്ത്രം വിതരണം ചെയ്യുക, സൗജന്യമായി വസ്ത്രം വിതരണം ചെയ്യുക എന്നുള്ള പ്രോജക്റ്റാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. അതുപോലെ ക്യാൻസർ രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്ന പ്രോജക്റ്റ് കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കി. അത് ഏതാണ്ട് 40 ലക്ഷം രൂപയ്ക്കാണ് അത് നമ്മൾ പദ്ധതി ഏറ്റെടുത്തത്. ഇത് വസ്ത്രവിതരണം 30 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ്. പിന്നീട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നേരിട്ട് നടത്തുന്ന കരിപ്രയിലെ ശരണാലയം, പുത്തൂരെ സായുധ, ആ 2 സ്ഥാപനങ്ങൾ ജില്ലാ പഞ്ചായത്ത് നേരിട്ട് തന്നെയാണ് മുഴുവൻ ചെലവുകളും ജില്ലാ പഞ്ചായത്താണ് നിർവഹിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കിഡ്നി പേഷ്യൻസിന് ഇന്ത്യയിലൊരിടത്തും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സേവന പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നത്. മുഴുവൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നി പേഷ്യൻറ്റിനും പൂർണ്ണമായും സൗജന്യമായ മരുന്ന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് തന്നെ വരുന്നത്. അവിടെ ജീവനം എന്നതിന് ഫാർമസി സൗജന്യമായി പ്രവർത്തിക്കുന്നു. അതുപോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകൾക്ക് അവിടെ അപേക്ഷ നൽകിയാൽ 1 ലക്ഷം രൂപ നൽകും. ഇത് കൂടാതെ ജില്ലാ, താലൂക്ക് ആശുപത്രികളിൽ കിഡ്നി ഈ ഡയാലിസിസുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു ആൾക്ക് 750 രൂപയുടെ സബ്സിഡിയാണ് ജില്ലാ പഞ്ചായത്ത് നൽകുന്നത്. അങ്ങനെ ഒരു വർഷം 1.5-2 ലക്ഷം രൂപ വീതം ചെലവഴിക്കുന്ന പേഷ്യൻസ് പോലും നമ്മുടെ ജില്ലാ ആശുപത്രിയും താലൂക്ക് ആശുപത്രിയിലുണ്ട്. കാരണം ഒരാഴ്ചയിൽ 2-3 ഡയാലിസിസ് ആൾക്ക് വേണ്ടി വരും. അപ്പോൾ അതിന് 750-800 രൂപ ജില്ലാ പഞ്ചായത്ത് ക്യാഷായിട്ട് തന്നെ ആ സ്ഥാപനങ്ങൾക്ക് നൽകുകയാണ്. ഒരു വർഷം 5 കോടി രൂപയാണ് കിഡ്നി പേഷ്യൻസിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ രോഗികൾക്ക്, അനാഥർക്ക്, അതുപോലെ ആശ്രയമില്ലാത്തവർക്കെല്ലാം വലിയ തോതിൽ സഹായിക്കുന്നതിന്
നമ്മുടെ സന്നദ്ധ സംഘടനകൾ, ഇത്തരം സ്ഥാപനങ്ങൾ വലിയ തോതിലുള്ള സേവനമാണ് നൽകുന്നത്. അവർ ചെയ്യുന്ന സേവനം വെച്ച് നോക്കിയാൽ ഞങ്ങളുടെ സേവനം വളരെ ചെറുതാണ്. പക്ഷേ അതിനോടൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതിയിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. വളരെ സമയബന്ധിതമായി തന്നെയാണ് ഇതടക്കമുള്ള ഈ മേഖലയിലെ ഞങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം വളരെ ആത്മാർത്ഥമായി നിലകൊള്ളുന്നത്. തൊട്ടുമുമ്പ് ബഹുമാനത്തിനായ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ PK ഗോപൻ ഇവിടെ ഇൻ്റർവ്യൂ നൽകിയതുപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും സ്പർശിച്ചുകൊണ്ടുള്ള കൈത്താങ്ങായി സേവന രംഗത്ത് ഇന്നലകളിൽ ജില്ലാ പഞ്ചായത്ത് ഒപ്പമുണ്ടായിരുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹമായി തീരുവാൻ കൊല്ലം ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ നിറവേറ്റപ്പെടേണ്ടുന്ന പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടുള്ള കർമ്മം മാത്രമാണ്. നിങ്ങൾക്ക് നൽകുന്ന ഔദാര്യമല്ല, ഞങ്ങളുടെ സേവനമാണ്. ഞങ്ങൾ അതിൽ കടപ്പെട്ടിട്ടുണ്ട്.